ഹലോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കിടക്കപ്പായിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ സമയം 7:45 ഇനി കിടക്കാൻ പറ്റുന്നില്ല, കാരണം വയറ് കാളി തുടങ്ങി, വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തിരി കാപ്പി ഉണ്ടാക്കി കുടിക്കണം. പിള്ളേഴ്സൊന്നും എണീറ്റിട്ടില്ല. എന്താ കുഞ്ഞാറ്റതാ കിടന്നു ഇഴയുണ്ട്. കുഞ്ഞൻ ഇതാ ഇവിടെ കിടക്കണം, കാണാണ്ട. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്. കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ എണീക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കാം. ഗ്യാസില്ല, അടുപ്പിൽ കത്തിക്കണം. ഓക്കെ, കമോൺ. കാലത്ത് അമ്മ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ, അമ്പലത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ട്. അപ്പം അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വിറകടുപ്പിലാണ് ചോറ് വയ്ക്കാറ്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം. കറണ്ട് പോയിട്ടില്ല. ഏട്ടൻ കുഞ്ഞൻ ചുമയ്ക്കണ കാരണം കൊണ്ട് ഫാൻ ഓഫാക്കിയതാന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ലൈറ്റ് കത്തണുണ്ട് അടുക്കളയിൽ. അവൻ കാലത്ത് തണവ് തട്ടി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ചുമ. തൊപ്പിയൊക്കെ ഇട്ടെടുത്താലും പിന്നെയും ചുമയ്ക്കും. അപ്പോൾ ഫാൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങനെ ചുമക്കില്ല. വിക്സൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് സെറ്റാണ്. അപ്പം അതുകൊണ്ട് ഓഫാക്കിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ആള് കാലത്ത് കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട്, പണികളെന്ന് വെച്ചാൽ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ടാണ്. അപ്പോൾ കറിക്കൊക്കെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം. ഓക്കെ. ഞായറാഴ്ചത്തെ പല്ലേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നിട്ടൊക്കെയാണ് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ അവിടെ ഒരേ നിപ്പ് നിന്ന് വേഗം പല്ല് തേച്ച് പണികൾ നോക്കും. ഞായറാഴ്ച ആകുമ്പോൾ ഒന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കോഴീനൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പല്ലേക്കാറ് പതിവ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് കമൻറ്റ് ചെയ്യേ. അപ്പം പല്ലേക്കട്ടെ. അപ്പം നമ്മുടെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പി വയ്ക്കണം. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഏട്ടൻ വെച്ചിട്ട് പോയതാന്ന് തോന്നുന്നു കുളിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ചൂടായിട്ട് വേണം കാപ്പി വയ്ക്കാൻ. ഓക്കെ, അപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. വയറ് വല്ലാതെ കാളുന്നു. അപ്പോൾ അത് ചോറൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സൺഡേ ഇത് കാരണമായിട്ട് ഇത്രയും ലേറ്റായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തൊക്കെ കുട്ടികളെ റെഡിയാക്കി പറഞ്ഞയക്കേണ്ട സമയമാണ്. 8:30 മണിക്ക് അവർ പോകും. 8:40 ആകുമ്പോഴേക്കും ഞാനും ഇറങ്ങും. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് കാപ്പി ഉണ്ടാക്കുന്നത്. നമ്മുടെ തീയൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പി അവിടെ നിന്ന് തിളയ്ക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. നമ്മൾ എത്ര കഴുകിയാലും പിന്നെയും കുമിഞ്ഞു കൂടുന്ന സംഭവമാണ് ഈ പാത്രങ്ങൾ എന്ന് പറയുന്നത്. സിങ്കിൽ പാത്രങ്ങൾ ഇല്ലാതിരിക്കുന്ന ടൈമില്ല. എല്ലാതും വൃത്തിയാക്കി കഴിഞ്ഞാലും പിന്നെയും പാത്രം വരും. അപ്പം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാപ്പി ആയിട്ട് ഉമ്മർത്ത് വന്നിരുന്നിട്ട് കാപ്പി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഉമ്മർത്ത് തിണ്ണായ്മ വന്നിരുന്നിട്ട് നല്ല ചൂടോടെ ഊതി കുടിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ അതാ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിക്കുന്ന നേരത്തെ മൂപ്പരെത്തി. അപ്പം മൂപ്പർക്കും ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കുശല വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കാപ്പി കുടിക്കാൻ കേട്ടോ. എൻ്റെ മുഖത്തേക്ക് ഇളം വെയിലടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെയുള്ളൊരു സ്വഭാവമാണ് ഈ ചൂടുള്ള കാപ്പി എടുത്തിട്ട് മുഖത്ത് വെച്ച് ഉരയ്ക്കുന്നത്. നല്ല സുഖമാണ്. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിട്ടോ. അപ്പം അങ്ങനെ പിന്നെ ചേട്ടൻ വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചിക്കൻ കറി വെക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കണം പിള്ളേർ എഴുന്നേൽക്കുമ്പോഴേക്കും. അപ്പോൾ ആദ്യം ഉപ്മാവ് ഉണ്ടാക്കണം. അതാ ചീഞ്ചട്ടി കടപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാതും അടുപ്പിലായതുകൊണ്ട് വല്ലാത്ത കഷ്ടമാണെന്നേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതാ നമ്മുടെ ഉപ്മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കട്ടെ. ഞാനിതുപോലെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്മാവ് ഉണ്ടാക്കുക. പിന്നെ അത് അവിടെ നിന്ന് എൻ്റെ ഫേവറേറ്റായി. അപ്പോൾ അതാ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളി കഴുകി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പാചകം ഏറ്റെടുത്തിട്ടുണ്ട്. മൂപ്പര് തക്കാളിയും സബോളയും കൂടി ഒരുമിച്ചിട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. നിങ്ങൾ തന്നെ വെച്ചുണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് മാറി നിന്നോട്ടോ. ഞാൻ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാളതിൽ കയ്യിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതാ കുഞ്ഞിനെ എഴുന്നേറ്റ് നേരം വെളുത്ത് എഴുന്നേറ്റ് ഫോൺ കാണുന്നത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ കുഞ്ഞാറ്റ നല്ല ഉറക്കമാണ്. ഇതിൻ്റെ തലേ ദിവസം സ്കൂളിലോട്ട് നല്ല വീഴ്ച വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ
പാടുകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൾക്കിത് പുത്തിരിയല്ല, ഇവൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന സംഭവമാണ്. ഒരു കാല് തിരഞ്ഞോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല, പുതപ്പിൻ്റെ ഉള്ളിൽ പൂത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതാ 2 കാലും നല്ല രീതിയിൽ ഉരഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എനക്കാനൊന്നും പറ്റില്ലാണ്ട് ഒരു ദിവസം ഇരിപ്പന്നെയായിരുന്നു. ബാൻഡേഡൊന്നും ഒട്ടിക്കാൻ സമ്മതിച്ചില്ല, മരുന്ന് തേക്കാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ചീത്ത പറയാനോട്ടോ, ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അവൾക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 2 എഴുന്നേറ്റു, ബ്രഷൊക്കെ എടുത്ത് കൊടുക്കുകയാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡെയിലി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അവരൊറ്റയ്ക്ക് ഇങ്ങനെ തേക്കാറായിട്ടില്ലല്ലോ, എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കൊടുക്കാറുണ്ട്. 2 ഒരു സ്ഥലത്ത് നിന്നിട്ട് തേക്കാൻ പോണു. ഇപ്പൊ പുതിയത് വാങ്ങിയിട്ട് വേണ്ടി വരുമോ ചെരുപ്പ്? ഒറ്റ ചെരുപ്പില്ലേ, കണ്ട ചെരുപ്പുകൾ എടുക്കുന്നോ കാറടെ? ആ പച്ചയും വെള്ളമൊക്കെ എവിടെ കൊണ്ടിട്ട്? ഏതേലും പറമ്പിൽ കൊടുക്കുന്നുണ്ടാവും. അവിടെ കൊടുക്കണ്ടോ? അടുത്തിട്, പൊന്തിച്ച് നടക്കുക. ഇതെന്നിട്ട് പേന ഇട്, ചെരുപ്പിട്, എന്നിട്ട് പോയി പല്ല് വെച്ചിട്ട് വാ. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. അപ്പം ഇനി 2 പേർക്കും ചായ എടുത്ത് കൊടുക്കണം. അപ്പം അതെടുത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് തന്നെയാണ് കഴിച്ചത് കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴീനെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിനെ കയറ്റാറായ ഇതെന്നിട്ട് നട 5 ഉണ്ടായിരുന്നു, 2 ചത്തുപോയി. അവിടെ നിന്നോട്ടെ കുറച്ച് നേരം, അച്ഛൻ ഗോതമ്പ് എടുത്തിട്ട് വരും. അപ്പോൾ ഒഴിവ് ദിവസമുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ ഈ തലയെ നോക്കാന്നുള്ളത്. കുഞ്ഞാറ്റയുടെ തലയിൽ നേരിയ തോതിൽ പേനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കലാണ് പരിപാടി. അവൾക്കാണെങ്കിൽ ഈ കാര്യം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, തലയെ നോക്കാന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഫോണ് ഗെയിം കളിക്കാൻ കൊടുക്കത്തേന് പിണങ്ങിയിരിക്കുന്നു കേട്ടോ. ഏത് നേരം ഗെയിം കളിയാണ് ഫോണിൽ. അപ്പം ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയില്ല, കാരണം കുട്ടിയുടെ കാര്യങ്ങൾ പരിക്ക് പറ്റിയിരിക്കുകയാണല്ലോ, കണ്ടു. അതുകൊണ്ട് കുട്ടിക്ക് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോയില്ല. അപ്പം ഞങ്ങൾ കോഴിക്ക് തീറ്റിട്ട് കൊടുത്തിട്ട് കോഴിനെ നോക്കാൻ വേണ്ടി കുത്തിയിരിക്കുകയാണ്. കുഞ്ഞനും ഏട്ടനും കൂടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, ചൂണ്ടാൻ പോയിട്ടുണ്ട്. ചൂണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പാടത്തിട്ടാ, പുഴയ്ക്കൊന്നല്ല, നമ്മുടെ പാടത്ത് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. മീൻ പിടിക്കാന്ന് വെച്ചാൽ പിടിച്ചിട്ട് അതിലെന്നെ ഇടും, അതൊക്കെ ഒരു ഹോബിയാണല്ലേ. അപ്പം അങ്ങനെ ഏട്ടൻ കഴിച്ചില്ല നീയൊന്നും. അപ്പം അങ്ങനെ ഏട്ടാണ്. അപ്പം ഞങ്ങൾ കോഴിനെ നോക്കിയിരിക്കുകയാണ്. എന്തേലും ഒന്ന് പറയടോ. ഫോൺ കൊടുക്കാത്തതിന് ദേഷ്യം പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ചാർജ് തീരും ഫോണിൽ എന്ന് പറഞ്ഞപ്പോൾ, അപ്പം അമ്മയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫോണിൽ ചാർജ് തീരില്ല അല്ലേന്ന് പറയെന്തേലും ഇല്ലേ? ടാറ്റ പറ. നാണക്കാരി കുഞ്ഞാറ്റ, അയ്യോ നാണക്കാരി കുഞ്ഞാറ്റ. കുട്ടിക്ക് പരീക്ഷയുടെ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ. നമുക്കിനി കുറേ പണികളുണ്ട്. അടിച്ചു വാരണം, തുടയ്ക്കണം, തിരുമ്പണം, കുളിക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. ഓക്കെ ലേറ്റ് ചെയ്തിട്ടുണ്ടാ? ചിരിച്ചേ, എങ്ങനെ ചിരിക്കുക കാണിച്ചോർത്തെ, എങ്ങനെ ചിരിക്കാന്ന് കാണിച്ചോർത്തെ. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കി ചിരിക്കേ, എങ്ങനെ ചിരിക്കുക കാണിച്ചോർത്തെ. പിടിച്ചു 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 ദാ പോണു ദാ പോണു ദാ പോണു പിടിച്ചു 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 ഇതാണ് ഞങ്ങളെ ദേവത്തിന്റെ പൂപ്പ. എന്നിട്ടാ എന്നിട്ടാ ചീർപ്പ് ചീർപ്പ് ചന്ദനത്തിന് വെള്ളം ഉണ്ടാവില്ലേ? നോക്കിട്ടെ ചന്ദന നോട്ടെ, സൂപ്പറായി നോക്കട്ടെ നോക്കട്ടെ ചന്ദനം തൊട്ടിട്ട്. ആ സൂപ്പർ, അതാ പോണു. കുഞ്ഞു കുളി കഴിഞ്ഞിട്ട് മൂടി പൊതച്ചിരിക്കുക, അവന്റെ പാർട്സ് ഒക്കെ ആൾക്കാർ കാണുന്നു. കുഞ്ഞാറ്റ കുളിച്ചിട്ടില്ല, കുഞ്ഞാറ്റ ഇന്നലെ കുളിച്ചില്ല, കാലുമ്പോ പരിക്ക് പറ്റിയ കാരണം.
ഹൈ ചന്ദന ഒറ്റയ്ക്ക് തൊട്ട് നോക്കി. ആ തൊട്ടോ ചേച്ചിക്ക് തൊട്ടെടുത്തേ. ചന്ദനം തൊട്ടെടുത്തേ. ആ തൊട്ടെടുത്തു. അയ്യോ കണ്ണിലൂട്ടി. തൊട്ടെടുക്ക് ചന്ദനം തൊട്ടെടുക്ക്. ആ തന്നെ. ദേവ് തൊട്ടെ. ചന്ദനം തൊട്ടെ. നീ കുഞ്ഞിന്റെ ഡ്രസ് മാറ്റി കൊടുക്കട്ടെ? വേണ്ട ദേവ ഇതിനെടുക്കടേ ഇവിടെ ഇറങ്ങി നിൽക്കടാ. തരാ കറക്ക് ദേവ് കറക്ക്. ആ എങ്ങനെ കറക്കുക? കറക്ക്. ഏയ് അതിനെ കൈ വിടുക. നല്ല കറക്കല അതിന്. നീങ്ങുന്നോ ജീവൻ വേണ്ടവരൊക്കെ ഓടിക്കോ. പിള്ളേരുടെ കൂടെ കളിക്കാൻ നിന്നാ അവിടെ കളിക്കാൻ ഉണ്ടാവുള്ളൂ. കളിക്കാനൊക്കെ ഉണ്ട്. ഒക്കെ അതവിടെ നടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പണികൾ തീർത്തിട്ട് ഓടി വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കാണ്ടായിരുന്നു. ആ ഉറങ്ങി കഴിഞ്ഞിട്ട് പാടെ ഒന്നും ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വൃത്തിയാക്കി അടക്കി ഒതുക്കി വെച്ചു. പിള്ളേരെ തന്നെ അവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞു. ഫുഡ് അടി എടുക്കാൻ പറ്റിയില്ല. ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല, കുത്തിച്ചേക്കായിരുന്നു. അപ്പോൾ പിള്ളേരെ വീട്ടിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അവർ വിളിക്കാൻ പോവാണ്. അപ്പം ഞാൻ പോയിട്ട് അവിടെ കാണിച്ചു തരാം. ഇത് കുഞ്ഞാറ്റ് പോകുമ്പോൾ ഉപ്മാവ് തിന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ചോറ് തിന്നോന്ന് അറിയില്ല. എന്തായാലും പോയോക്കാം. ഒരു 3:30 തിരിച്ചു വരും. കുടുംബശ്രീ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം എന്തായാലും പോയോക്കട്ടെ കേട്ടോ. അയ്യോ അപ്പൊ വ്ലോഗ് എടുക്കാനല്ലേ? ഇവര് ഭയങ്കര വീഡിയോ വിരോധിയാ. ഒരു കുത്തൂത്തണം. ഞാൻ ഇനി എടുക്കും. കാലി ഞാൻ ഇനി എടുക്കും. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അവിടെയും ചിക്കൻ കറി തന്നെയായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു, അമ്മ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ പിള്ളേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൽ മോനേട്ടൻ കുറവുണ്ട്. അവൻ ആ നേരത്തെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു 3-4 ആഴ്ചകൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ കറൻ്റ് ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. കുറേ എൻ്റെ ഫോണിൽ കിടക്കണു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു. 2 പേര് മുന്നിൽ പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് പോകുന്നു. കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് കുടുംബശ്രീയിലൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.